എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കെതിരായ നടപടിയിൽ സിനഡിൽ വിയോജിപ്പ് അറിയിച്ചതായി ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങര. പ്രശ്നപരിഹാരത്തിന് മന്ത്രി ജോർജ് കുര്യൻ ഇടപെടൽ തേടിയിട്ടില്ലെന്നും സഭയുടെ ആഭ്യന്തരകാര്യം രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല എന്നും ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങര പറഞ്ഞു. അതേസമയം കുർബാന തർക്കത്തിൽ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് പുറത്തിറക്കിയ സർക്കുലറിന്റെ വൈദികർ രംഗത്തെത്തി. ഇരിങ്ങാലക്കുട രൂപതയിലെ 89 വൈദികർ എതിർപ്പറിയിച്ച് കുറിപ്പിറക്കി. നോബൽ മാരിക്കാരൻ വിശദാംശങ്ങളുമായി. നോബൽ, എന്താണ് ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങര പറയുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് തർക്കം എങ്ങോട്ടാണ് നീങ്ങുന്നത്? നികേഷ്, ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങര ഇന്നിപ്പോൾ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനുമായി കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയിലാണ് ഇന്നിപ്പോൾ ഈ വിഷയങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുടെ പ്രതികരണം അതിന് പിന്നാലെ അദ്ദേഹം നടത്തിയത്. അതിൽ വ്യക്തമാക്കുന്നത് ഈ അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട വൈദികർക്കെതിരായ നടപടിയിൽ വിയോജനക്കുറിപ്പ് അറിയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്ന വാർത്തകൾ വിയോജനക്കുറിപ്പ് ശരിയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. പക്ഷേ ജോർജ് കുര്യനുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ചർച്ചയായിട്ടില്ല. അതോടൊപ്പം തന്നെ നിലവിൽ ഇത് സഭയുടെ ആഭ്യന്തര പ്രശ്നമാണ്, ഇതിൽ രാഷ്ട്രീയ ഇടപെടൽ ആവശ്യമില്ല, ഇത് ചർച്ചകളിലൂടെ സഭയ്ക്കകത്ത് തന്നെ പരിഹരിക്കും എന്നാണ് ഇതിൽ ഭരണിക്കുളങ്ങര എന്താണെങ്കിലും വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ഈ അദ്ദേഹത്തിൻ്റെതായെന്ന് പറയുന്ന തരത്തിലുള്ള കുറിപ്പുകളടക്കം ഇത്തരത്തിൽ പ്രചരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും അത് ശരിയാണ് എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ആഭ്യന്തര തലത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് പരിഹരിക്കും എന്ന നിലപാടാണ് അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. അർജുൻ മട്ടന്നൂർ കൂടി ചേരുന്നു നമ്മോടൊപ്പം. അർജുൻ മട്ടന്നൂർ, വൈദികർ കുറിപ്പിറക്കിയിട്ടുണ്ട്. മാത്രമല്ല ആർച്ച് ബിഷപ്പ് ഇറക്കിയിട്ടുള്ള സർക്കുലറിനോടുള്ള വിയോജിപ്പും ഈ കുറിപ്പിലുണ്ട്. വിശദാംശങ്ങൾ. നികേഷ് കുമാർ, ഏകീകൃത കുർബാന ജൂലൈ 3-ാം തീയതി മുതൽ നിർബന്ധമാക്കിക്കൊണ്ടുള്ള സീറോ മലബാർ സഭ നേതൃത്വത്തിന്റെ സർക്കുലറിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ഇന്ന് പുതുതായി വന്നത് ഇരിങ്ങാലക്കുട രൂപതയിൽ നിന്നുള്ള വൈദികരുടെ പ്രതിഷേധമാണ്. 89 വൈദികന്മാർ ഒപ്പിട്ട ഒരു പ്രതിഷേധ കുറിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇവർ ഇത്തരത്തിൽ വൈദികരെ കൂട്ടത്തോടെ പുറത്താക്കും എന്ന മുന്നറിയിപ്പ്, അത്തരമൊരു സർക്കുലർ പിൻവലിക്കേണ്ടതാണ്, അത് സഭാ നിയമങ്ങൾക്ക് എതിരാണ് എന്നാണ് ഈ വൈദികർ കൂട്ടമായി എഴുതിയ പ്രതിഷേധക്കുറിപ്പിൽ ഉള്ളത്. അതേസമയം ഈ തർക്കത്തിൽ, കുർബാന തർക്കത്തിൽ ഇപ്പോൾ ഉണ്ടായ പുതിയ സംഭവ വികാസങ്ങളിൽ ഒരു ഒത്തുതീർപ്പിനുള്ള വഴി തെളിയുന്നുമുണ്ട്. അതായത് ഈ നടപടി, കർശനമായ നടപടി വേണ്ട എന്നൊരു നിലപാടിലേക്ക് സീറോ മലബാർ സഭാ നേതൃത്വം നീങ്ങുന്നു എന്ന ചില സൂചനകളാണ് പുറത്തുവരുന്നത്. ഈ 5 മെത്രാൻമാർ സിനഡിൽ എതിർപ്പ് അറിയിച്ചതിന് പിന്നാലെയാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് സഭാ നേതൃത്വം കടക്കുന്നത് എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. പ്രത്യേകിച്ച് ഏകീകൃത കുർബാന നിർബന്ധമാക്കിയില്ലെങ്കിൽ പോലും, അത്തരത്തിൽ ചൊല്ലിയില്ലെങ്കിൽ പോലും അവർക്കെതിരെ പുറത്താക്കുന്ന നടപടിയിലേക്ക് കടക്കണ്ട എന്നതാണ് ഇപ്പോൾ ഉരുത്തിരിയുന്ന ഒരു സമവായ ചർച്ച. ഇതിന് വത്തിക്കാന്റെ ഒരു അനുമതി കൂടി വേണം, അതിനുശേഷമായിരിക്കും ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. അതേസമയം ഈ സിനഡിൽ വിയോജിപ്പറിയിച്ച 5 മെത്രാന്മാർക്കെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന വിഭാഗവും ഇന്ന് രംഗത്തെത്തി. അവർ ഇന്ന് എറണാകുളം ബസലിക്ക മുമ്പിൽ ഒരു പ്രതിഷേധ പരിപാടി നടത്തുകയും ചെയ്തിട്ടുണ്ട്. നികേഷ് കുമാർ, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അർജുൻ മട്ടന്നൂർ. മറ്റു വാർത്ത